ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ഒരു ഐറ്റം ആയിട്ടാണ്. യൂട്യൂബിൽ ഇത് ആദ്യമായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു ഐറ്റം. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡും അതുപോലെ പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡു സ്നാക്കാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഡാൽഡ എടുക്കാം. പിന്നെ നമുക്ക് നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. ഞാനിപ്പോൾ വലിയ 2 സ്പൂൺ മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മൈദ. അപ്പോൾ ഈ നെയ്യിലിട്ട് മൈദ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മൈദയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടണം. സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അതിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലെടുക്കുമ്പോൾ 1/4 കപ്പ് മൈദ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് തന്നെ കിട്ടും. ഇനിയിപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മൈദയും പാലും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല തിക്കാവുന്നത് വരെ കുറുക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് അത്യാവശ്യം പാകത്തൊരു മധുരമായിരിക്കും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ അതൊന്നും കൂടി ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നല്ല തിക്കാവുന്നത് വരെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, അത് നല്ല തിക്കായിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ബ്രെഡൊന്ന് മുക്കിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഒരു ഷീറ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷീറ്റായി മാറിയിട്ടുണ്ട് ഈ ബ്രെഡ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഈ സോസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബ്രെഡൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത സോസിനനുസരിച്ച് ഇത്രയും ബോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണല്ലോ ബ്രെഡ് വെള്ളത്തിൽ മുക്കിയത്. അപ്പോൾ അതിൻ്റെ അരികുവശം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടത്. അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് നനഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ മുട്ടയിലൊന്നും മുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലെല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം ബ്രെഡാണ്, പിന്നെ ഫില്ലിങ്സൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡിൽ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സും അതുപോലെ നമ്മൾ പുറമേ കൊടുത്തിട്ടുള്ള ബ്രെഡില്ലേ, അതിൻ്റെ ഒരു കോട്ടിങ്ങും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഫില്ലിങ്സ് ഇരിക്കുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ബൈറ്റ്സിലും ഈ വൈറ്റ് സോസ് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്